കേട്ടോ, ഇത് ഒരു ABS ജംഗ്ഷൻ ബോക്സാണ്. ഇതിൽ ഈ ഹോളൊന്നുമില്ല, ഹോളൊക്കെ ഞാൻ ഇട്ടതാണ്. നമ്മൾ ഈ കത്തി ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് എനിക്ക് ആവശ്യമായ രീതിയിൽ ഹോളൊക്കെ ചെയ്തതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഐറ്റംസ് 2 പ്ലഗ്, അതുപോലെ തന്നെ ഇതുപോലെ ഇൻഡിക്കേറ്റർ 2 എണ്ണം, ഇതിലുള്ള ഇൻഡിക്കേറ്റർ 2 എണ്ണം, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് 2 എണ്ണം, പിന്നെ ഒരു സ്പീഡ് റെഗുലേറ്റർ മോട്ടോറിൻ്റെ 2000 വാട്ട്സ് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ഹോളുകളൊക്കെ ഞാൻ ഇട്ടതാണിത്. അപ്പോൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു മെഷീന് വേണ്ടിയിട്ട് അതിൻ്റെ പാനൽ ബോർഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ആ മെഷീൻ എന്ന് പറയുന്നത്, ഇത് എൻ്റെ മെഷീൻ ഉപയോഗിക്കുന്നതെങ്കിലും ഇത് വേറെയും പല പർപ്പസിന് ഉപയോഗിക്കാം. ഒരു ജനറലൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏതാണ്ട് ഈ പ്ലഗൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൽ അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫാന്, അതുപോലെ തന്നെ മിക്സി, അതുപോലെ തന്നെ 2 HP വരെ വരുന്ന മോട്ടറുകളിൽ എന്തെങ്കിലും സ്പീഡ് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ബ്ലോവറുകൾ, ഇതിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന 2000 വാട്ട്സ് വരെയുള്ള മോട്ടോറുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ടൂളാണിത്. കണ്ടോ? അപ്പോൾ ഇതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് എത്രയുണ്ട് എന്ന് അറിയാം. അതായത് നമ്മൾ വേരി ചെയ്യുന്ന സ്പീഡ് വോൾട്ടേജിൽ കണക്കാക്കും. എത്ര വോൾട്ടേജാണ് നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് എന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഒരു വോൾട്ട് മീറ്റർ ഇൻഡിക്കേറ്റർ കൂടെയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഓൺ ഓഫ് ഇൻഡസ്ട്രിയൽ സ്വിച്ച്. കേട്ടോ? അപ്പോൾ ഇതിൻ്റെ മൊത്തം കണക്ഷനും ഞാൻ കൊടുത്തിട്ട് അതിനെ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇത് വേറെ പല ഉപകരണം, അതായത് നമ്മുടെ മിക്സിയിൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഫാനിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സാധാരണ ഇതിൽ ഫാനൊക്കെ നിങ്ങൾ പറയും റെഗുലേറ്റർ ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷേ റെഗുലേറ്റർ ഒരു 5 സ്പീഡാണ്, 5 സ്പീഡ് ആണ് നമ്മൾ സാധാരണ ഈ ഫാനിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ പെഡസ്ട്രിയൽ ഫാനിലും ടേബിൾ ഫാനിലും ഒക്കെ. അപ്പോൾ അതിനിടയിലും നമുക്ക് സ്പീഡുണ്ട്. 1നും 2നും ഇടയിലുള്ള ഒരു സ്പീഡുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഇരിക്കുന്ന റെഗുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇതാകുമ്പോൾ അങ്ങനെയല്ല. ഇത് നമ്മൾ ഏത് സ്പീഡ്, എത്ര സ്പീഡ് വേണോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കി ഈ കണക്ഷനൊക്കെ കൊടുത്ത ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം.